കേരളത്തിലെ തൃശ്ശൂർ ജില്ല പുലിക്കളിക്ക് വളരെ പ്രശസ്തമാണെന്ന് എല്ലാവർക്കും അറിയാം. ഓണക്കാലങ്ങളിലാണ് ഈ കലാരൂപം അവതരിപ്പിച്ച് വരാറുള്ളത്. ഈ കലാരൂപത്തിന് ഏകദേശം 200 വർഷത്തെ പഴക്കമുണ്ടത്രേ. പുലിക്കളി അവതരിപ്പിക്കുന്ന കലാകാരന്മാർ അന്നേ ദിവസം കടുവയുടെ ശരീരത്തിലുള്ള പോലെ വരകളും കടുവയുടെ മുഖവും ശരീരത്തിൽ വരയ്ക്കുകയും മുഖത്ത് കടുവയുടെ മുഖമൂടിയും വെച്ച് വാദ്യമേളങ്ങൾക്കനുസരിച്ച് നൃത്തം വയ്ക്കുകയും ചെയ്യുന്നു. വാദ്യത്തിനായി ചെണ്ടയാണ് അധികവും ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക താളത്തിലാണ് ഇത് കൊട്ടുന്നത്. ഈ പുലിക്കളിക്കും ഒരു ഐതിഹ്യം കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധാനന്തരം തൃശ്ശൂരിൽ പ്രവർത്തിച്ചിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ്റെ സൈനിക ക്യാമ്പിൽ അദ്ദേഹത്തിൻ്റെ യുദ്ധവിജയങ്ങളുമായി ബന്ധപ്പെട്ട് പട്ടാണി മുസ്ലിം സൈനിക വിഭാഗക്കാർ ടിപ്പുവിൻ്റെ കൊടി അടയാളമായ പുലിയുടെ വേഷം കെട്ടി നടത്തിവന്ന പ്രകടനത്തെ പിൽക്കാലത്ത് തൃശ്ശൂരിൽ സ്ഥിര താമസമാക്കിയ പട്ടാണികൾ പരിഷ്കരിച്ച് അവരുടെ പഞ്ചയെടുക്കൽ ചടങ്ങായി അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അതല്ല, രാജാ രാമവർമ്മ ശക്തൻ തമ്പുരാൻ രൂപം കൊടുത്തിട്ടുള്ളതാണ് എന്നും പുലിക്കളിക്ക് ഒരു ഐതിഹ്യമുണ്ട്. തൃശ്ശൂരിലെ പുലിക്കളിക്ക് ഏകദേശം ഒരു 50-60 വർഷത്തെ പഴക്കമെന്നാണ് ഞാൻ കരുതുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവാട്ടോ. തൃശ്ശൂർ എല്ലാ കൊല്ലവും നാലോണ നാളിലാണ് പുലിക്കളി നടക്കുന്നത്. എന്നാൽ തൃശ്ശൂർ പട്ടണത്തിൽ നടക്കുന്ന പുലിക്കളി മാത്രമാണ് പുറത്തുള്ളവരറിയുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിലെ പുലിക്കളിയാണ്. ഇത് 2 ഓണ നാളിലാണ് നടക്കുന്നത്. ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ടൗണിനടുത്ത് ചേറൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പണ്ട് കാലത്ത്, അതായത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ പുലിക്കളി വീടുകളിൽ തോറും കളിച്ച് അങ്ങനെയാണ് പോയിരുന്നത്. എന്നാൽ ഇതിപ്പോൾ വലിയ ആഘോഷമായി കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ തൃശ്ശൂരൊക്കെ കാണുന്ന പോലെ എല്ലാ വീതികളിലൂടെ പോയി അതിൻ്റെ ഒപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങളും എല്ലാ കാര്യങ്ങളുമായിട്ട് ഇപ്പം ഞങ്ങൾ എല്ലാ കൊല്ലം 5-6 കൊല്ലമായിട്ട് ഇതിങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. എല്ലാവരെയും ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇത് കാണാൻ. 2025 പുലിക്കളി നാളെ കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക.